ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് MN എന്ന ബ്രാൻഡിൻ്റെ 1:12 സ്കെയിൽ വരുന്ന ടൊയോട്ടേൻ്റെ ലാൻഡ് ക്രൂസർ ഹോബി ഗ്രേഡ് RC കാറാണ്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ട്രക്ക് മോഡലും, രണ്ടാമതായിട്ട് ഈ ഒരു മിലിറ്ററി ടൈപ്പ് ട്രക്കുമാണ് വരുന്നത്. മിലിറ്ററി ഗ്രേഡിൽ നമുക്ക് രണ്ട് കളറേ വരുന്നുള്ളൂ. ഒന്ന് ബ്ലാക്കും രണ്ടാമതായിട്ട് ഗ്രേയും വരുന്നുണ്ട്. പക്ഷേ ട്രക്കിൽ നമുക്ക് മൂന്ന് കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് മെറൂൺ കളറും, പിന്നെ ഒന്ന് ക്രീം കളറും, പിന്നെ ഒന്ന് ഗ്രേ കളർ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു പക്കാ സ്കെയിൽ മോഡൽ വണ്ടിയാണ്. ഒരു രക്ഷയില്ല, ഫുൾ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒറിജിനൽ വണ്ടി. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. സ്പ്രിംഗ് ആണ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ. പിന്നെ ബാക്കിൽ എക്സ്ട്രാ ലീഫും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ബാക്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിമോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിമോട്ടിൽ രണ്ട് AA ബാറ്ററിയാണ് ഇടേണ്ടത്. അതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ത്രോട്ടിൽ സ്ട്രീനിങ് റിമൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കുഷനിങ് കൊടുത്തിട്ട് കുറച്ച് ഗ്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടണ് അതിൻ്റെ മേളിലായിട്ടാണ് വരുന്നത്. പിന്നെ രണ്ട് ഡമ്മി സ്വിച്ച് വരുന്നുണ്ട്, നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെക്കാൻ. പിന്നെ അല്ലാണ്ട് ഒന്ന് സ്പീഡ് കൺട്രോളും, പിന്നെ ഒന്ന് ലൈറ്റിൻ്റെതും, പിന്നെ സെർവോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. ഓവറോൾ നല്ലൊരു ലുക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇതാണ്. പിന്നെ ടയർ അത്യാവശ്യം സ്മൂത്ത് ഉണ്ട്. ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ ഓവറോൾ ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ്. നല്ല സ്കെയിൽ മോഡൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ടയറും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രൗളിങ്ങിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് വെയിറ്റ് കുറച്ച് കുറവാണ്. എന്നാലും ഗ്രിപ്പുള്ളിടത്തൊക്കെ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തിൽ വണ്ടി സൂക്ഷിച്ച് ഓടിച്ചിട്ടില്ലെങ്കിൽ വണ്ടി കൈ വിട്ടു പോകും. അപ്പോൾ അതൊന്നത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ കയ്യിൽ നിന്നൊന്ന് പോയി വണ്ടി, പക്ഷെ കുഴപ്പമൊന്നുമില്ല, കൈ കിട്ടി. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പീഡ് ഉണ്ട്. പക്ഷെ നമുക്ക് സ്പീഡ് വലിയതായിട്ട് വേണ്ട കാര്യമില്ല. നമുക്ക് ഇതേപോലെ സ്ലോ ആയിട്ട് നമുക്ക് ക്രൗൾ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് ധാരാളമാണ്. പിന്നെ ഓവറോൾ ലുക്ക് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1200 mAh ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഒരു ഹാഫ് അവർ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.